1 2 3 കഴിഞ്ഞൊരു വലി. ഒരേ ടിപ്പ് വെച്ച് പല വ്യത്യസ്തമായ ഡിസൈനുകൾ ഉണ്ടാക്കുന്നുള്ളത്. കേക്ക് മുട്ടാതെ ഒരു കറക്ക് കേട്ടോ. എന്നാ സിമ്പിളാന്ന് നോക്കി. വെൽക്കം ടു സൺഡേ സ്പെഷ്യൽ ബേക്കിംഗ് ക്ലാസ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്തത് എങ്ങനെയാണ് നമ്മളൊരു കേക്ക് എങ്ങനെയാണ് ഐസ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് കേക്കിൻ്റെ മുകളിൽ പൈപ്പ് ചെയ്യുന്നുള്ളത്. അപ്പം ഒരുപാട് പേർക്കുള്ള പ്രശ്നമായിരിക്കും എങ്ങനെയാണ് പൈപ്പ് ചെയ്യുന്നത്, പൈപ്പ് ചെയ്താൽ ശരിയാവുമോ. ഇപ്പം ചിലപ്പോൾ നിങ്ങൾ കേക്ക് ചെയ്തിട്ട് അത് എന്താ പറയുന്നത് പൈപ്പിങ് അങ്ങോട്ട് ചെയ്യുമ്പോഴത്തേന് ആ സംഭവം അങ്ങോട്ട് മൊത്തത്തിൽ വൃത്തികേടായിപ്പോൾ കേക്ക് അല്ലേ. അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പരിഹരിക്കാൻ പറ്റും. എളുപ്പ പരിപാടി, സെയിം ബട്ടർ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മളൊരു 3-4 ടൈപ്പിൽ ഒരു നോസിൽ വെച്ച്, അതായത് ഒരു ടിപ്പ് വെച്ച് എങ്ങനെ പൈപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പൈപ്പ് ചെയ്യാൻ പോകുമ്പോഴത്തേന് പൈപ്പിംഗ് ബാഗിൽ നമ്മുടെ ടിപ്പ് ഇട്ടതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യമേ കട്ട് ചെയ്യും, എന്നിട്ട് ടിപ്പിടും. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള ആ ഒരു സൈസ് കിട്ടത്തില്ല നമുക്ക്. അപ്പം ഇങ്ങനെ ടിപ്പ് കൊണ്ടുവന്നതിന് ശേഷം നമ്മളൊരു കത്രിക എടുത്ത് കട്ട് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതാകുമ്പോൾ എത്ര ഉള്ളൂ, ഇതുണ്ടോ ഇങ്ങനെ കട്ട് ചെയ്യുക, എന്നിട്ട് ഇവനെ ഇങ്ങനെ പറിച്ചെടുക്കുക. ഇതുണ്ടോ കൃത്യമായിട്ട് ടിപ്പ് അവിടെ സെറ്റായി. അപ്പോൾ ഇവിടെ ഈ മുകൾ ഭാഗം കൃത്യമായിട്ട് ടൈറ്റ് ആവും. അപ്പം ഇത് കണ്ടോ നല്ലോണം ടൈറ്റ് ആവും. അപ്പോൾ ഇതൊരിക്കലും വിട്ടു പോകത്തില്ല ഇവിടുന്ന്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പോലെ ബട്ടർ, നമ്മൾ ബട്ടർ കൊണ്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ക്രീം കൊണ്ട് ഉണ്ടെങ്കിലും ചെയ്യാം, പക്ഷേ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടി ബട്ടറാണ് ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ടോ ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ പൈപ്പിംഗ് ബാഗ്. കാരണം നമ്മുടെ കയ്യെ പറ്റാതിരിക്കാനും ക്ലീനായിട്ടും ഹൈജീനായിട്ടും ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. ഇനി നമുക്ക് ഇതിലോട്ട് ബട്ടർ ഫില്ല് ചെയ്യാം. മുഴുവനായിട്ട് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് ബട്ടർ മാത്രം എടുത്താൽ മതി ഫില്ല് ചെയ്യാൻ വേണ്ടി. കാരണം പൈപ്പ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കയ്യിൽ ലോഡ് എപ്പോഴും കുറവുണ്ടെങ്കിൽ ആ പൈപ്പിങ്ങിന് ഫിനിഷിങ് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ബട്ടർ ഫില്ല് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഒരു സംശയം തോന്നും, ഈ കേക്ക് കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയതല്ലേന്ന്. കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയതാണ്. ബട്ടർ ആയതുകൊണ്ട് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ നല്ലോണം സെറ്റായി. ഇത് കണ്ടോ നല്ലോണം സെറ്റായി. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും ബട്ടർ സെറ്റായതാണെങ്കിൽ. ബട്ടർ സെറ്റല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൈപ്പ് ചെയ്യുമ്പോഴത്തേന് അത് മുഴുവനായിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒട്ടിപ്പിടിക്കുമ്പോഴത്തേന് ഈ കേക്ക് നമുക്ക് ആ ഒരു ഫിനിഷിങ് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. നമുക്കൊരു എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേന് തീർച്ചയായിട്ടും നമുക്ക് ഡയറക്റ്റ് ബട്ടറിന് മുകളിൽ ചെയ്യാം. അന്നേരം പെട്ടെന്ന് ആ ഒരു നീറ്റായിട്ട്, അങ്ങനെ പറഞ്ഞാൽ ശരിയാവുള്ളൂ, നീറ്റായിട്ട് നമുക്ക് നമ്മുടെ കേക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. ഇത് കണ്ടോ ഇത്രയും ബട്ടറേ എടുത്തിട്ടുള്ളൂ. പൈപ്പ് ചെയ്യാൻ വേണ്ടി ഇത് കണ്ടോ ഞാൻ എപ്പോഴും പറയാറുള്ളൂ. ഇത് കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു ഇത്രയും ഭാഗം എടുത്താൽ മതി. നമുക്ക് മാക്സിമം നമുക്ക് എന്തോരം നമുക്ക് നമ്മുടെ കയ്യിൽ വെയിറ്റ് കൊള്ളിക്കാവും. വെയിറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ പിടിക്കാനുള്ള ആ ഒരു പാകം കേട്ടോ. അപ്പോൾ ആദ്യമേ നമുക്ക് കുറച്ച് ബട്ടർ കളയാം. ഇപ്പം നമ്മുടെ പൈപ്പിംഗ് ടിപ്പ് വരെ ഫുള്ളായിട്ട് ബട്ടർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാം. അപ്പോൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏത് എന്താ പറയുന്നത് ഏത് സ്റ്റൈലാണ് നമുക്ക് വേണ്ടെന്നുള്ള ഒരു മനസ്സിൽ നമ്മൾ കാണുക. അപ്പോൾ എനിക്ക് എൻ്റെ കേക്കിന് മുകളിൽ ഇങ്ങനത്തെ ഒരു ഷേപ്പ് വേണം എനിക്ക്. അപ്പോൾ ആ ഒരു മനസ്സിൽ അത് കണ്ടതിന് ശേഷം മാത്രം പൈപ്പ് ചെയ്യാൻ തുടങ്ങുക. നമ്മളൊരു ഐഡിയ ഇല്ലാതെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് പെട്ടെന്ന് അത് മെസ്സപ്പാവും. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്ന ഒരു ഐഡിയ മനസ്സിൽ ഞാൻ എൻ്റെ കേക്കിന് മുകളിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ചെയ്യുന്നത് നമ്മൾ 3 നോട്ട് ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 3 നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. കേക്കിൻ്റെ ഏറ്റവും സൈഡിൽ കൊണ്ടുവച്ച് ഒരു നോട്ട്, 2 നോട്ട്, 3 നോട്ട് കഴിഞ്ഞ് ഇങ്ങനെ ഒരു വലി. ഇതൊക്കെയാണ് നല്ല ഫിനിഷായിട്ട് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നോട്ട് ഇടാം കേട്ടോ. ഒരു ടിപ്പിലെ ഒരു ഡിസൈനാണ്. നമ്മൾ 3 കാണിക്കും. രണ്ടാമത്തും അതുപോലെ തന്നെ സെയിം 1 2 3 കഴിഞ്ഞൊരു വലി. കണ്ടോ നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ.
ഇതുപോലെ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം ബാക്കിയുള്ള ഭാഗങ്ങളും. 1 2 3 വീണ്ടും 1 2 3 1 2 3 1 2 3. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ബാലൻസ് ഇല്ലേ, ഈ ബാലൻസ് വരുന്നത് എപ്പോഴും നമ്മളൊരു മനസ്സിൽ പ്ലാൻ വേണം നമുക്ക്. എനിക്കിപ്പം പൈപ്പിങ് ഇപ്പം ചിലപ്പോൾ ഇവിടെ കൊണ്ട് ചിലപ്പോൾ നോട്ട് തീർന്നു പോകും, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു മനക്കണക്ക്, അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല, ഒരു മനക്കണക്ക് വെച്ച് വേണം നമ്മൾ പൈപ്പിങ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പം സെക്കൻഡ് ലാസ്റ്റ് നോട്ടായ 1 2 3 കണ്ടില്ലേ. ഇനി ലാസ്റ്റ് നോട്ട് 1 2 3 കാണാൻ മതി. ഇതുണ്ടോ, ഇങ്ങനെ നോട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കൈ പോകുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരേ അളവിൽ പോകാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെയാണ് കൃത്യമായിട്ടുള്ള ഫിനിഷിങ് നോട്ടുകൾ വീഴുള്ളൂ. ഇതൊരു ഡിസൈൻ. ഇനി രണ്ടാമത്തെ ഡിസൈൻ, നമുക്ക് നമ്മുടെ ഈ ക്രീമൊക്കെ എടുത്ത് മാറ്റാം. ക്രീമല്ല കേട്ടോ, ബട്ടർ എടുത്ത് മാറ്റാം. അപ്പം ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബട്ടർ സെറ്റായിരിക്കുന്നതുകൊണ്ട്, അതായത് കേക്ക് ഫിനിഷ് ചെയ്ത ബട്ടർ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ മുകളിലത്തെ ഈ ബട്ടർ എടുത്ത് മാറ്റാൻ വേണ്ടി എളുപ്പമായിരിക്കും കേട്ടോ. അത് കണ്ടോ, സിമ്പിളായിട്ട് എടുത്ത് മാറ്റാം. അപ്പോൾ നിങ്ങളൊരു എങ്ങാനും ഇൻ കേസ് നമ്മൾ ഈ ബട്ടർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചില്ല എങ്കിൽ ഈ കേക്കല്ല കേട്ടോ, നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ ആഴ്ച ഉണ്ടല്ല, ഗ്ലാസിൻ്റെ മുകളിലാണ് നമ്മൾ ചെയ്തത്, ഗ്ലാസ് ബോർഡിൻ്റെ മുകളിലാണ് ചെയ്തത്. അപ്പം അത് സെറ്റാവും. ഈ ബട്ടർ ഗ്ലാസിന് മുകളിൽ സെറ്റാവുന്നുണ്ട്. ഇത് എടുത്ത് മാറ്റാൻ വേണ്ടി വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ പഠിക്കാനും എളുപ്പമായിരിക്കും കേട്ടോ. നമ്മൾ ഫുള്ളായിട്ട് ഇത് ക്ലീൻ ചെയ്തു. ഇനി രണ്ടാമത്തെ സ്റ്റൈലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ഒരേ ടിപ്പ് വെച്ച് പല വ്യത്യസ്തമായ ഡിസൈനുകൾ ഉണ്ടാക്കുന്നുള്ളത്. ഇനി രണ്ടാമത്താണ് നമ്മൾ ചെയ്യുന്നത്. സെയിം തന്നെ നിൽക്കണ്ട, കൈ കൊള്ളാവുന്ന അത്ര ക്രീമോ ബട്ടറോ അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ചെയ്യാം കേട്ടോ. അപ്പം രണ്ടാമത്തെ നോട്ടാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റൈല് കേട്ടോ, മുകളിലോട്ട് കുത്തിയിട്ട് പയ്യെ താഴോട്ട് വലിക്കുക. ആ ഫിനിഷ് ആയതിൻ്റെ അവിടുന്ന് വീണ്ടും നോട്ട് എടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫിനിഷായി എവിടെയാണോ അവിടെയാണ് ശ്രദ്ധിക്കുക. പയ്യെ മുകളിലോട്ട് എടുക്കുക, താഴോട്ട് വലിക്കുക, പയ്യെ മുകളിലോട്ട് എടുക്കുക, താഴോട്ട് വലിക്കുക. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ അത് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് മാക്സിമം മുട്ടാതെ ചെയ്യുവാണെങ്കിൽ ആ നോട്ടിന് കൃത്യമായിട്ടുള്ള ഫിനിഷ് കിട്ടും. കേക്കിൽ മുട്ടാതെ പൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് മുകളിലിങ്ങനെ വെച്ച് താഴോട്ട് വലിക്കുക. അപ്പോൾ തന്നെ ഒരിക്കലും കേക്കേ മുട്ടില്ല. മുകളിൽ നിന്ന് പയ്യെ താഴോട്ട്, പയ്യെ മുകളിൽ നിന്ന് താഴോട്ട്, മുകളിൽ നിന്ന് താഴോട്ട്, മുകളിൽ നിന്ന് താഴോട്ട്. അങ്ങനെ സിമ്പിളാണ് കേട്ടോ. മുകളിൽ നിന്ന് താഴോട്ട്, മുകളിൽ നിന്ന് താഴോട്ട്, മുകളിൽ നിന്ന് താഴോട്ട്, മുകളിൽ നിന്ന് പയ്യെ താഴോട്ട്. അപ്പം ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ പോലെ തന്നെ എവിടെ തീരുന്നോ അവിടെ തുടങ്ങുക കേട്ടോ. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് കാര്യം. ഈ നോട്ടിൻ്റെ എവിടെ തുടങ്ങി എവിടെ തീരുന്നു അവിടെ തുടങ്ങുക. അതാണ് നമ്മുടെ ഇപ്പം ഒരു ടിപ്പ് വെച്ചുള്ള 2 ഡിസൈനും നമ്മൾ ചെയ്തു. ഇത് വളരെ സിമ്പിളാണ്. നമ്മളിങ്ങനെ കീപ്പായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കേക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ നമ്മളിതും ക്ലീൻ ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബട്ടർ നമ്മൾ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ പോരുന്നത്. ഇപ്പോൾ 2 നോട്ട് നമ്മൾ കണ്ടപ്പോഴും ആ ബട്ടർ റൂം ടെമ്പറേച്ചർ ആയില്ല, ഫ്രിഡ്ജ് വെച്ചുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത്. ഇനി നമ്മുടെ മൂന്നാമത്തെ നോട്ട് കേട്ടോ. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. ഇത് നോട്ടല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ചെറിയ ഫ്ലവേഴ്സ് കൊടുക്കും കേട്ടോ. ഫ്ലവർ അതായത് ഇത്ര മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു നോട്ട്, സിംഗിൾ നോട്ട്. ഒരു കാരണവശാലും കേക്കിൽ മുട്ടിക്കാൻ പാടില്ല കേട്ടോ. കേക്കിൽ മുട്ടിക്കാതെ നമ്മൾ പൈപ്പിങ് ചെയ്യണം. മുകളിൽ നിന്ന് ഒരു കറക്ക്, കേക്ക് മുട്ടാതെ മുകളിൽ നിന്ന് ഒരു കറക്ക്, കേക്ക് മുട്ടാതെ ഒരു കറക്ക്,
കേക്ക് മുട്ടാതെ ഒരു കറക്ക്. സിമ്പിളാണ് കേട്ടോ, ജസ്റ്റ് ഫ്ലവർ ഡിസൈനാണിത്. ഇതുപോലെ തന്നെ നമുക്ക് ആ സൈഡ് ഫുള്ള് ചെയ്യാം കേട്ടോ. കേക്ക് മുട്ടാതെ ഒരു കറക്ക്, കേക്ക് മുട്ടാതെ ഒരു കറക്ക് കേട്ടോ. എന്നാ സിമ്പിളാന്ന് നോക്കി. ഇപ്പം ഞാനിപ്പം ഇടയ്ക്ക് കുറച്ച് കളഞ്ഞു, കാരണം ഇതിൻ്റെ അകത്ത് നമ്മുടെ പൈപ്പിംഗ് ബാഗിൽ എയർ കയറും, നമ്മളിപ്പോൾ ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കുറച്ച് കളഞ്ഞത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ മൂളി മുട്ടിക്കാതെ ഒരു കറക്ക്, മൂളി മുട്ടിക്കാതെ ഒരു കറക്ക്, ചെറുതായിട്ട് കുറച്ചതായിട്ട് പോയി ഒരു കറക്ക്, മൂളി മുട്ടിക്കാതെ ഒരു കറക്ക്. ഇങ്ങനെ സിമ്പിളായിട്ടത്. എന്നാ രസമാണെന്ന് നോക്കിയാൽ നിങ്ങൾ, ആ മൂളി മുട്ടിച്ച് ഇപ്പം നമ്മൾ കേക്ക് മുട്ടിച്ച് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പതിഞ്ഞു പോകും. അപ്പോൾ തന്നെ ആ ഫ്ലവറിൻ്റെ കൃത്യമായിട്ടുള്ള ഷേപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഡിസൈൻ പറയുന്ന ഒരു ഫ്ലവർ ഷേപ്പ് എന്നാണ് കേട്ടോ. ഇപ്പം മൂളി മുട്ടിക്കാതൊരു കറക്റ്റ്, സ്ലോ ആയിട്ട് ചെയ്താൽ മതി. ധൃതി പിടിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ കേക്ക് ഒരിക്കലും ഫിനിഷ് ആവില്ല. അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഷോർട്ട് കട്ട് അല്ല ബേക്കിങ്ങിന് വേണ്ടത്, ലോങ് കട്ട്. ഓൾവേസ് ലോങ് കട്ട്. അപ്പം എന്നെ അണച്ചു തുടങ്ങി കേട്ടോ. ഇത് നമുക്ക് എടുത്ത് മാറ്റാം. കാരണം സിമ്പിളായിട്ട് പോരും കേട്ടോ. അത് കണ്ടോ, ആ ബട്ടർ തണുപ്പിച്ചുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, 3-4 പ്രാവശ്യം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്ന പോകുന്നത്. നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇപ്പം നിങ്ങളിപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, കുട്ടികളില്ലാത്തൊരു വീഡിയോ കാണും എനിക്കറിയാം, എന്നാലും ഞാൻ പറയുവാണ്. അപ്പോൾ അവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചാൽ മതി. ഈ കേക്ക് സമയമുള്ളപ്പോഴൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളൊരു കേക്ക് ചെയ്യുവാണെങ്കിൽ, അതായത് ഡയറക്റ്റ് ഒരു കേക്കിലോട്ട് പോയി ചെയ്യുവാണെങ്കിൽ കൃത്യമായ സമയത്ത് നമ്മൾ ഫിനിഷ് ചെയ്തില്ലെങ്കിൽ സാധനം ചീത്തയായിപ്പോൾ. ഇത് നമുക്ക് ഒരാഴ്ചയോ 2 മാസമോ 1 വർഷമോ വേണമെങ്കിലും ഇങ്ങനെ വെച്ച് പ്രാക്ടീസ് ചെയ്യായതുകൊണ്ട്. ഇനി നമ്മുടെ 4ാമത്തെ ഡിസൈൻ. അപ്പം നമ്മുടെ ബട്ടർ നിങ്ങൾക്ക് കണ്ടില്ലേ, ഞാൻ റീയൂസ് ചെയ്യുവാണ് ഈ ബട്ടർ എല്ലാം. നമ്മളത് പഠിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ എടുക്കുന്ന ബട്ടർ നമുക്ക് കുക്കിങ്ങിന് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ഈ പഠിത്തമൊക്കെ കഴിയുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ബട്ടർ യൂസ് ചെയ്യുകയും ചെയ്യാം, കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് 0 കോസ്റ്റ്, നമ്മൾ 1 പൈസ പോലും ചിലവാക്കാതെ തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കാനുള്ള ആണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഫിനിഷ് ചെയ്യുന്നതും. അപ്പോൾ നിങ്ങൾ ഈ പൈപ്പിംഗ് ടിപ്പിൻ്റെ വീഡിയോ ആണല്ലോ, നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്കത് കാണാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന 4ാമത്തെ ഡിസൈൻ, സെയിം ടിപ്പ് കേട്ടോ, സെയിം ടിപ്പ് വെച്ചുള്ള 4ാമത്തെ ഡിസൈൻ. ജസ്റ്റ് ഒന്നുമില്ല, ഇത് കണ്ട് മോളി ഇങ്ങനെ പിടിച്ചിട്ട് കറക്കുക. 1 2 3 4 5 6 7 8 9 10. 10ന് നിർത്തുക നമ്മൾ. ഈ 10ന് നിർത്തുന്നത് എന്തിനാണെന്ന് അറിയാമോ? അത് നമ്മുടെ ഈ കേക്ക് റൗണ്ട് അല്ലേ, അപ്പോൾ അത് കറങ്ങി വരാൻ വേണ്ടി കൃത്യമായിട്ട് നമ്മൾ കിട്ടത്തില്ല. നമ്മൾ ഒരേ റൂട്ടിൽ തന്നെ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. അപ്പോൾ അതിന് പകരം 10 നോട്ട് ഇട്ടിട്ട് നിർത്തുക. വീണ്ടും നമ്മൾ തുടങ്ങുവാണേ. 1 2 3 4 5 6 7 8 9 10. സ്റ്റോപ്പ്. കണ്ടോ, ഇപ്പോൾ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. ആ 10 നോട്ടാകുമ്പോഴത്തേന് കൃത്യമായിട്ട് വരും. ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എടുക്കാൻ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ എടുക്കാം. ഇപ്പോൾ കുറവാണ്, ഇപ്പോൾ 10 ഒരുമിച്ച് വരുന്നില്ലെങ്കിൽ 5 എടുക്കുക. എന്നിട്ടും വരുന്നില്ല എങ്കിൽ ചിലർ 4 എടുക്കുക, എന്നിട്ട് കൂട്ടി കൊണ്ടുവരിക കേട്ടോ. 1 2 3 4 5 6 7 8 9 10. കേട്ടോ, വളരെ സിമ്പിളാണിത്. ഏറ്റവും എളുപ്പമുള്ള നോട്ടുകളൊന്നാണ് കേട്ടോ ഇത്. 1 2 3 4 5 6 7 8 9 10. ഇച്ചിരി ഗ്യാപ്പുണ്ട്, അവിടെ ചെറുതായിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ, ഈ സംഭവം വളരെ എളുപ്പമാണ് ഈ ഡിസൈൻ. അപ്പം 4. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന 5ാമത്. വീണ്ടും നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ക്ലീൻ ചെയ്യുക.
ഇനി നമ്മുടെ സെയിം ടിപ്പ് വെച്ചുള്ള 5ാമത്തെ പൈപ്പിങ്. ഇത് വളരെ ഈസിയാണ് കേട്ടോ. ഇത് വേറൊന്നുമില്ല, കേക്കിൽ സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ 4ാമത്തെ എടുത്തതിൻ്റെ പോലെ സെയിം തന്നെയാണ് കേട്ടോ ഇത്, പക്ഷേ ഇത് ഡിഫറെൻറ്റ് വെയിലാണെന്നുള്ളേ ഉള്ളൂ. കേട്ടോ, സിമ്പിളാണ്. അങ്ങോട്ട് വലിക്കുക, ഇങ്ങോട്ട് വലിക്കുക, അങ്ങോട്ട് വലിക്കുക, ഇങ്ങോട്ട് വലിക്കുക. ഒരേപോലെ കയ്യിൽ നിന്ന് റിലീസ് ചെയ്യുക. നമ്മൾ എന്തോരം ക്രീമാണ് പുറത്തോട്ട് വിടുന്നത്, ഒരേപോലെ പ്രസ് ചെയ്ത് പിടിക്കുക കേട്ടോ. നമുക്കിത് കണ്ടോ, 1 2 3 4 5 6 7 8 9 10. ഇങ്ങനെ ഫിനിഷ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പം ആ നോട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ 1 തൊട്ട് 10 വരെ പോകുന്നവരെ 1 തൊട്ട് 5 വരെ പോയാലും നിങ്ങൾക്ക് മതി കേട്ടോ. 1 2 3 4 5 6 7 8 9 10. കണ്ടോ, ഇതും പ്രത്യേകം നമ്മളെപ്പോഴും പൈപ്പിംഗ് ബാഗ് പിടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പൊക്കി പിടിക്കുക നോസിൽ. ടിപ്പ് എപ്പോഴും ഒരിക്കലും കേക്കേ മുട്ടാൻ പാടില്ല. 1 2 3 4 5 6 7 8 9 10. കണ്ടോ, ഇത് വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തുടങ്ങുന്നവർക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കണ്ടല്ലേ, അപ്പം ഒരു ടിപ്പ് വെച്ച് നമ്മൾ 5 ഡിസൈൻ ഉണ്ടാക്കാൻ പഠിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതൽ സംഭവങ്ങൾ, അതായത് കൂടുതൽ പേസ്റ്റിനെ കുറിച്ച് കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് നിങ്ങളുടെ റെസ്പോൺസ് എന്താണെന്ന് അറിയാൻ സാധിക്കുള്ളൂ. താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് മീ ദ ബേസ് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതൽ ബേക്കിങ്ങിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. See you next time.